നിങ്ങളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രിപ്റ്റിൽ വിളിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, 10% വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ആ സ്ക്രിപ്റ്റിനെ കുറച്ചൊന്ന് മാറ്റി വേറൊരു പോയിൻ്റ് കൂടെ പറഞ്ഞു കൊടുത്തു. അന്നേരം സെയിൽ കുറച്ചുകൂടെ കൂടി. അപ്പോൾ അന്നേരം നമുക്കതിന് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ 12% എത്തും. അപ്പോൾ നിങ്ങൾക്കൊരു 100 പേര് വിളിച്ചു കഴിഞ്ഞാൽ 12 പേര് നിങ്ങളെ കൊണ്ട് ആ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണ്. അടുത്ത ദിവസം വീണ്ടും ഒന്ന് മാറ്റിയപ്പോൾ അത് 15% വന്നു. അപ്പോൾ 100 പേര് വിളിച്ചു കഴിഞ്ഞാൽ 15 പേര് ക്ലോസ് ആവുന്നു. എക്സാമ്പിൾ പറയുവാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിലിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെറിയൊരു ഡയലോഗ് മാറ്റി, അന്നേരം ഈ വിളിക്കുന്ന ആൾ 15% എന്നുള്ളത് ചിലപ്പോൾ ഒരു 10 താഴ്ന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് വീണ്ടും ആ പഴയതിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ പുതിയൊരു സ്റ്റാഫ് വന്നു, അവരെ നമ്മൾ ഇതേ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് സെയിൽ നടക്കും. അപ്പോൾ കൺസിസ്റ്റൻസി അവിടെ ഉണ്ടാകും.